ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ESCയുടെ വീക്ക്ലി കറണ്ട് അഫയർസ് സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളപ്പോൾ ഈ ആഴ്ച പോകുന്നത് ഒരു മാഗസീനുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. KSRTC മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള ആശയ സംവാദം ശക്തമാക്കി ക്രിയാത്മകമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിദ്ധീകരിക്കുന്ന മാഗസീൻ ഏതെന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. KSRTC മാനേജ്മെന്റും ജീവനക്കാരും തമ്മിലുള്ള ആശയ സംവാദം ശക്തമാക്കി ക്രിയാത്മകമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ ചോദിക്കണമെങ്കിൽ ആനവണ്ടി.com എന്നാണ്, അല്ലേ? KSRTC നമ്മൾ വിളിക്കുന്നത് ആനവണ്ടി എന്ന പേരിലായിരിക്കും. സോ ആനവണ്ടി.com എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ. നിലവിൽ ആരാണ് കേരളത്തിലെ ഗതാഗതം കൈകാര്യം ചെയ്യുന്ന മന്ത്രി? ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, KB ഗണേഷ് കുമാറാണ്, അല്ലേ? ജലഗതാഗതം കൈകാര്യം ചെയ്യുന്ന ആര് തന്നെയാണ്? KB ഗണേഷ് കുമാറാണ്. ജലവിഭവ വകുപ്പ് മന്ത്രി ചോദിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനാണ്. മാറിപ്പോരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ്? രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്, അല്ലെ? എന്നാണ് സംസ്ഥാന പാലിയേറ്റീവ് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാനുവരി മാസം 15-ാം തീയതിയാണ്. എന്നാണ് സംസ്ഥാന പാലിയേറ്റീവ് ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? ജാനുവരി മാസം 15-ാം തീയതിയാണ് നമ്മൾ സംസ്ഥാന പാലിയേറ്റീവ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതെന്നാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ്. കൊട്ടാരക്കര നഗരസഭ ഏത് ജില്ല? കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര നഗരസഭ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ്, അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കേരളമാണ്, ഇല്ലേ? കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാ? അത് DG കേരളം, അല്ലേ? കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് DG കേരളമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കൊട്ടാരക്കര നഗരസഭയാണ്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനം ഏതെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയുന്നു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? കേരളമാണ്. പുരസ്കാരം ഒന്നാം സ്ഥാനത്തെത്തിയ ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ് ഒന്നാം സ്ഥാനം. അടുത്ത വീണ്ടും ഒരു പുരസ്കാരമാണ്. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പ്രതിഭകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരെന്നാണ്? അപ്പോൾ 2022 രാജാ രവിവർമ്മ പുരസ്കാരമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ 2022 രാജാ രവിവർമ്മ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ സുരേന്ദ്രൻ നായരാണ്. അർഹനായ വ്യക്തി ആരാണ്? സുരേന്ദ്രൻ നായരാണ്. ഇതിന്റെ സമ്മാനതുക ചോദിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. സമ്മാനതുക എത്ര ലക്ഷമാണ്? 3 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഇനി മറ്റൊരു പുരസ്കാരമാണ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിക്കണമെങ്കിൽ ആരാണ്? സാറാ ജോസഫ് ആണ്, അല്ലെ? ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനതുക എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ഇതിന്റെ സമ്മാനതുക 1 ലക്ഷം രൂപയാണ്. അപ്പൊ 2023 പ്രഖ്യാപിച്ചത് എത്രാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം എന്ന് ചോദിച്ചാൽ 2ാമത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരമാണ്. ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാറാ ജോസഫ് ആണ്. ഏതാണ് കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറ എന്ന് പറയുന്ന കൃതിക്കാണ്. സാറാ ജോസഫിന്റെ ഏത് കൃതിക്കാണ്? കറ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ K വേണുവാണ്. ആദ്യ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ K വേണുവാണ്. K വേണുവിന്റെ ഏത് കൃതിക്കാണ് 2022
ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഒരു അന്വേഷണത്തിന്റെ കഥ എന്നാണ്. കഥ, ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? കെ വേണുവിന് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? അത് സാറ ജോസഫ് ആണ്. ഏത് കൃതിക്കാണ്? കഥ. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെ വേണുവാണ്. അത് ഏത് കൃതിയാണ്? ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിയാണ്. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. 2024 ജാനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരെന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണ് 2024 ജാനുവരിയിൽ നമ്മൾ ആചരിച്ചു. 2024 ജാനുവരി അല്ലെ, ജാനുവരി മാസം ജാനുവരി 16-ാം തീയതിയാണ് ആരന്തരിക്കുന്നത്? കുമാരനാശാൻ അന്തരിക്കുന്നത് അല്ലെ. ബോട്ടപടത്തിൽപ്പെട്ട് കുമാരനാശാൻ മരിക്കുകയാണ് പല്ലരയാറ്റില്. അപ്പോൾ അദ്ദേഹത്തിന്റെ എത്രാം ചരമവാർഷികമാണ് നമ്മൾ ആചരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാം ചരമവാർഷികമാണ്? 100ാം ചരമവാർഷികമാണ് നമ്മൾ ആചരിച്ചു അല്ലെ. കേരളത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാള കവി ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? കുമാരനാശാനാണ്. ആദ്യ മലയാള കവി കുമാരനാശാനാണ്. ആശാൻ അന്തരിക്കുന്നത് 1924 ജാനുവരി മാസം 26-ാം തീയതിയാണ്. അപ്പൊ 1924 നടന്ന പ്രധാന സംഭവങ്ങളുടെ എല്ലാം നമ്മൾ എത്രാം വാർഷികമായിരിക്കും ആഘോഷിക്കുക? 100ാം വാർഷികമാണ്. അതും കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ്. 1924 ആയിരുന്നു വൈക്കം സത്യാഗ്രഹം. 2024 വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ്. അതൊന്ന് ഓർക്കുക. അപ്പോൾ 2024 ജാനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാള കവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാൻ. ഇനി UGCയുടെ ഒരു പദ്ധതിയാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിനുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പദ്ധതി എന്തെന്നാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിനുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGCയുടെ പദ്ധതി എന്തെന്നാണ്? മൂല്യപ്രവാഹ 2.0 എന്ന പേരിലാണ്. UGCയുടെ പദ്ധതി മൂല്യപ്രവാഹ 2.0 എന്ന പേരിലാണ് അല്ലെ. UGC നമുക്കറിയാം 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC വരുന്നത്. 1953 UGC. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ടത് UGCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? UGCയുടെ നിലവിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീഷ് കുമാറാണ്. UPSCക്കാണ് മനോജ് സോണി. UGCയുടെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജഗദീഷ് കുമാറാണ്. ആദ്യം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്തി സ്വരൂപ് ഭട്നഗർ ആയിരുന്നു. നിലവിൽ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? ജഗദീഷ് കുമാറാണ് UGC. UPSCക്ക് ആരാണ്? മനോജ് സോണിയാണ് UPSC. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മിക മൂല്യങ്ങളും സമഗ്രതയും വളർത്തുന്നതിനുള്ള യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പുതിയ പദ്ധതി എന്തെന്നാണ്? ഏത് പേരിലാണ്? മൂല്യപ്രവാഹ 2.0 എന്ന പേരിലാണ്. ഇനി ഇന്ത്യയുടെ ഒരു സൂചികയാണ്. 2024 ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ്? അപ്പൊ ഭാവിയിൽ രാജ്യങ്ങൾ എന്തെല്ലാം ഉപയോഗപ്പെടുത്തും, അവ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 35-ാം സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 1ാം സ്ഥാനം ഏത് രാജ്യത്തിനെന്ന് ചോദിക്കുകയാണെങ്കിൽ UK അല്ലെ. UKക്കാണ് ഇതിൽ 1ാം സ്ഥാനം. അപ്പോൾ ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 35-ാം സ്ഥാനമാണ്. 2024 ജാനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താനിടയുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ഭാവി സാധ്യതാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 35-ാം സ്ഥാനമാണ് അല്ലെ. 35-ാം സ്ഥാനമാണ്. ഇനി നാം നോക്കിക്കോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്ന ദേശീയപാത എന്നതാണ്. സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത് ഉരുക്കിൽ നിന്നും എടുക്കുന്ന വേസ്റ്റ് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ റോഡ് പണിതിരിക്കുന്നത്. സോ അത് നിലവിൽ വന്ന ദേശീയപാത ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ NH66 ആണ്. NH66 ഏത് മുതൽ ഏത് വരെയാണ് ഇത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മുംബൈ ടു ഗോവ വരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുംബൈ ടു ഗോവ. NH66 നമുക്കറിയാം കേരളത്തിലൂടെ കടന്നു പോകുന്നതിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH66. ആ NH66 ബന്ധിപ്പിക്കുന്നത് പനവേൽ ടു കന്യാകുമാരിയാണ്.
കേരളത്തിലൂടെ അത് തലപ്പാടി കളിക്കാവിള. കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയും തിരുവനന്തപുരം ജില്ലയിലെ കളിയിക്കാവിളയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. NH-66. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വന്നത് ഏത് NH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് NH-66 വന്നത്. ഇനി അടുത്ത നാവികസേന കപ്പലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ ഏതൊക്കെയെന്നാണ്. 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ ഒന്ന് INS കുംഭീർ, മറ്റൊന്ന് INS ഗുൽദാർ, മറ്റൊന്ന് INS ചീറ്റ. ഏതൊക്കെയാണ്? INS കുംഭീർ, INS ഗുൽദാർ, മറ്റൊന്ന് INS ചീറ്റ. അങ്ങനെ 3 കപ്പലുകൾ എന്ത് ചെയ്യുന്നു? 40 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്യുകയാണ്. അപ്പൊ 40 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേന ഡീകമ്മീഷൻ ചെയ്ത കപ്പലുകൾ ഏതൊക്കെയാണ്? അത് INS കുംഭീർ, INS ഗുൽദാർ, INS ചീറ്റ. ഇനി ഒരു പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ആ പുസ്തകം ഒന്ന് ആൻ അൺകോമൺ ലവ്, ദ ഇയർലി ലൈഫ് ഓഫ് സുധ ആൻഡ് നാരായണൻ മൂർത്തി. ആൻ അൺകോമൺ ലവ്, ദ ഇയർലി ലൈഫ് ഓഫ് സുധ ആൻഡ് നാരായണൻ മൂർത്തി എന്ന പുസ്തകം എഴുതിയ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ചിത്ര ബാനർജിയാണ്. ആ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ചിത്ര ബാനർജിയാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പുസ്തകം ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, അല്ലെ, കേന്ദ്രത്തില് നിലവില് ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്നു, ആരോഗ്യം കുടുംബക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ, ഭാരത് മാർച്ച് ടുവാർഡ് ഫെർട്ടിലൈസർ സെൽഫ് സഫിഷ്യൻസി എന്ന പുസ്തകം. പുസ്തകം ഒരിക്കൽ കൂടി വായിക്കുന്നു. ഫെർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ, ഭാരത് മാർച്ച് ടുവാർഡ്സ് ഫെർട്ടിലൈസ് സെൽഫ് സഫിഷ്യൻസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ നിലവിലെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ. ഇനി പ്രധാന വേദികളാണ് ഈ ആഴ്ചയിലെ പ്രധാന വേദികൾ. ഒന്ന്, വിങ്സ് ഇന്ത്യ 2024 എയർ ഷോയ്ക്ക് വേദിയാകുന്ന നഗരം. വിങ്സ് ഇന്ത്യ 2024 എയർ ഷോയ്ക്ക് വേദിയാകുന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദാണ്. വേദിയാവുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ് വേദി. അപ്പൊ വിങ്സ് ഇന്ത്യ 2024 എയർ ഷോയ്ക്ക് വേദിയാവുന്ന ഇന്ത്യയുടെ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഹൈദരാബാദാണ്. ഇനി 2024 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി. ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ 2024 വേദി ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വേദി. എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് വേദി. ഇനി മറ്റൊരു വേദിയായ സംസ്ഥാനമാണ് 76ാമത് ധനുയാത്രാ ഫെസ്റ്റിവൽ. 76ാമത് ധനുയാത്രാ ഫെസ്റ്റിവലിന് വേദിയായ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒഡീഷയാണ്. അപ്പൊ ധനുയാത്രാ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒഡീഷയിലാണ്. അപ്പോൾ 2024 ജാനുവരിയിൽ ധനുയാത്രാ ഫെസ്റ്റിവലിന്റെ എത്രാമത് എഡിഷൻ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 76ാമത് എഡിഷനാണ്. അപ്പൊ 76ാമത് ധനുയാത്രാ ഫെസ്റ്റിവലിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒഡീഷയാണ് വേദിയായിരിക്കുന്നത്. ഇനി മറ്റൊരു വേദി 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ നഗരം ഏതെന്നാണ്. 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ്. ഈ 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനം ആര് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആണ് ഉദ്ഘാടനം ചെയ്തത്. ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറാണ് 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ് വേദി. ഇനി മറ്റൊരു ദിനം ആചരിച്ച സംസ്ഥാനമാണ് 45ാമത് കോക്ക് ബോറോക്ക് ദിനം. 45ാമത് കോക്ക് ബോറോക്ക് ദിനം ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ്. കോക്ക് ബോറോക്ക് എന്ന് പറയുന്നത് ത്രിപുരയുടെ ഒരു ഭാഷയാണ്. കോക്ക് ബോറോക്ക് ഭാഷയാണ്. കോക്ക് ബോറോക്ക് ഭാഷ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. അപ്പൊ 45ാമത് കോക്ക് ബോറോക്ക് ദിനം ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ത്രിപുര. ഇനി അടുത്തൊരു ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം 2024 ജാനുവരിയിൽ
പക്കേ പെഗാ ഹോൺബിൽ ഫെസ്റ്റിവൽ 2024 ജാനുവരി 18 പക്കേ പെഗാ ഹോൺബിൽ ഫെസ്റ്റിവൽ ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അപ്പൊ കോക്ബോറിക് ദിനം ആചരിച്ചത് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ത്രിപുരയാണ്. പക്കേ പെഗാ ഹോൺബിൽ ഫെസ്റ്റിവൽ ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യ. നഗരം ഏതാണ്? ന്യൂഡൽഹി. 12ാമത് ഏഷ്യൻ ബുദ്ധമത സമ്മേളനം ആരെ ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗദീപ് ധൻഖർ ആണ് ഉദ്ഘാടനം ചെയ്തത്. ജഗദീപ് ധൻഖർ ആണ്. ഇനി ഒരു പാർക്ക് നിലവിൽ വന്നതാണ്. ഇന്ത്യ ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നാണ്? ഇന്ത്യ ഫസ്റ്റ് ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇത് നിലവിൽ വന്നത്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത്. മഹാരാഷ്ട്ര. സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഏത് ടൈഗർ റിസർവിലാണ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇത് നിലവിൽ വന്നത്. ഇനി മറ്റൊരു വേദിയാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023. അത് 2024 നടക്കുകയാണ്. അപ്പൊ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ഫരീദാബാദിലാണ് വേദി. ഫരീദാബാദിലാണ് വേദി. ഇത് 2024 ജാനുവരി മാസം 17 മുതൽ 20 വരെയാണ് നടക്കുന്നത്. ഫരീദാബാദ് ഹരിയാനയിലെ ഫരീദാബാദിലാണ്. ഹരിയാന സ്റ്റേറ്റ് ഏതാണ്? ഹരിയാനയിലെ ഫരീദാബാദിലാണ്. എന്താണ് 2023 ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ അമൃത് കാലിൽ ശാസ്ത്ര സാങ്കേതികം പൊതുജനങ്ങൾക്ക് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത് കാൽ എന്നാണ് 2023 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ തീം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 വേദി ചോദിക്കുകയാണെങ്കിൽ ഫരീദാബാദാണ്. ഫരീദാബാദ് ഏത് സ്റ്റേറ്റിൽ നിന്ന്? ഹരിയാനയിലാണ്. അത് നടക്കുന്നത് 2024 ജാനുവരി മാസം 17 മുതൽ ജാനുവരി മാസം 20 വരെയാണ്. എന്താണ് തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃതകാലിൽ ശാസ്ത്ര സാങ്കേതികം പൊതുജനങ്ങൾക്ക് എന്നാണ് തീം. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പബ്ലിക് ഔട്ട്റീച്ച് ഇൻ അമൃത് കാൽ എന്നാണ് ഇതിന്റെ മുദ്രാവാക്യം. ഇനി അടുത്ത 2 പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻസ് വൈദ്യുതി പദ്ധതി, ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ വിൻസ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗുജറാത്ത് ആണ്. നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, 2024 കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം അല്ലെ? 2022 ശേഷം ഇന്ത്യ 2023 2024 ന്യൂഡൽഹിക്ക് പുറത്ത് വെച്ചാണ് കരസേനാ ദിന പരേഡ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് 2024 വേദിയായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌവിലാണ് വേദി. 2024 വേദി ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൌവിലാണ്. 2023 എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരാണ് വേദിയായത്. ബാംഗ്ലൂരാണ് 2023 ബാംഗ്ലൂര്. അപ്പോൾ ന്യൂഡൽഹിക്ക് പുറത്ത് ആദ്യത്തെ കരസേനാ ദിന പരേഡ് നടന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാംഗ്ലൂരിലാണ്. അത് 2023. 2024 എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരുന്നു. 2024 എവിടെ നടന്നു? ഉത്തർപ്രദേശിലെ ലക്നൌവിലായിരുന്നു 2024. 2024 കരസേനാ ദിനത്തിന്റെ തീം എന്തെന്ന് ചോദിച്ചാൽ ഇയർ ഓഫ് ടെക്നോളജി എന്നാണ്. കരസേനാ തീം ഇയർ ഓഫ് ടെക്നോളജി എന്നാണ്. എന്നാണ് നമ്മൾ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് നമുക്കറിയാം. ജാനുവരി മാസം 15-ാം തീയതിയാണ് നമ്മൾ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മൾ ജാനുവരി മാസം 15-ാം തീയതിയാണ് കരസേനാ ദിനമായിട്ട് ആചരിക്കുന്നു. ജാനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ജാനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ. 2022 മുതലാണ് നമ്മൾ നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആയിട്ട് ജാനുവരി 16 ആചരിച്ച് തുടങ്ങുന്നത്. അപ്പൊ എന്നാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജാനുവരി മാസം 16-ാം തീയതിയാണ്. ജാനുവരി 15 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? കരസേനാ ദിനമായിട്ടാണ് ആചരിക്കുന്നു. ഇനി ഒരു വീക്കാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്കായിട്ട് ആചരിക്കുന്നത് ജാനുവരി 10 മുതൽ 18 വരെയാണ്. അപ്പോൾ ജാനുവരി 10 മുതൽ 18 വരെ നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്നൊവേഷൻ വീക്കായിട്ട് ആചരിക്കുന്നു. നമുക്കിനി ഈ ആഴ്ചയിലെ പ്രധാന വിയോഗമാണ്.
2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരെന്നാണ്? ഒരു മലയാളം സാഹിത്യകാരി 2024 ജനുവരിയിൽ അന്തരിച്ചിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പേര് KB ശ്രീദേവി എന്ന പേരാണ്. വ്യക്തിയുടെ പേര് KB ശ്രീദേവി എന്നാണ്. അവരുടെ ഒരു പ്രധാന 3 പുസ്തകങ്ങൾ, ഒന്ന് യജ്ഞം, മറ്റൊന്ന് മൂന്നാം തലമുറ. ഒരു പ്രധാന പുസ്തകമാണ് യജ്ഞം, മറ്റൊന്ന് മൂന്നാം തലമുറ, മറ്റൊന്ന് മുഖത്തോട് മുഖം. അവരുടെ ഒരു 3 പുസ്തകങ്ങളാണ്. ഒന്ന് യജ്ഞം, മറ്റൊന്ന് മൂന്നാം തലമുറ, മറ്റൊന്ന് മുഖത്തോട് മുഖം. ആരെഴുതി? KB ശ്രീദേവി എഴുതിയ പുസ്തകമാണ്. ഇവർക്ക് 2011 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? KB ശ്രീദേവി എന്ന് പറയുന്ന വ്യക്തി. അവർക്ക് 2019 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച വ്യക്തിയും കൂടിയാണ്. അപ്പൊ 2019 ജ്ഞാനപ്പാന പുരസ്കാരവും 2011 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും ലഭിച്ച വ്യക്തി ആരാണ്? KB ശ്രീദേവി എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രധാന കൃതികളാണ് യജ്ഞം, മൂന്നാം തലമുറ, മുഖത്തോട് മുഖം എന്ന് പറയുന്നത് ആരാണ്? KB ശ്രീദേവിയുടെ പ്രധാന കൃതികളാണ്. ഇനി 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ ആരെന്നാണ്? 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ പ്രഭ ആത്രെ എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രഭ ആത്രയ്ക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 1990 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചത്. അപ്പൊ 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ശാസ്ത്രീയ സംഗീതജ്ഞ ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭ ആത്രെ. രാജ്യം പത്മശ്രീ നൽകിയത് 1990 രാജ്യം പത്മശ്രീ നൽകിയത്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്, 71ാമത് ലോക സുന്ദരി മത്സരത്തിന് അല്ലെ മിസ് വേൾഡിന് വേദിയാവുന്ന രാജ്യം ഏതെന്നാണ്? അല്ലെ, അത് ഇന്ത്യയാണ്. 1996 ശേഷം ഇന്ത്യ വീണ്ടും എന്ത് ചെയ്യുന്നു? 2024 ലോക സുന്ദരി മത്സരത്തിന് വേദിയാവുകയാണ്. അപ്പോൾ ഇതിന് എവിടെയാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ വേദി എവിടെയാണെന്ന് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. രാജ്യം ഏതെന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, ഇന്ത്യ എന്ന് വന്നിട്ടുള്ളൂ. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ലോക സുന്ദരി മത്സരം നടക്കാൻ പോവുക. അപ്പൊ 71ാമത് ലോക സുന്ദരി മത്സരത്തിന് വേദിയാവുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. നമ്മൾ ആദ്യം വേദിയായത് 1996 ഇത് നമ്മൾ രണ്ടാമതാണ് 2024 വേദിയാവുന്നത്. ഇനി മറ്റൊരു വേദിയാണ് രണ്ടാമത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന്റെ വേദി. രണ്ടാമത്തെ അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ദുബായ് ആണ്. വേദിയായത് എവിടെയാണ്? ദുബായിലാണ്. ഇനി 2 പ്രധാന പ്രസിഡന്റ് ചുമതലയേറ്റ വ്യക്തികളാണ്. ഒന്ന് തായ്വാന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? അല്ലെ, തായ്വാന്റെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലായ് ചിങ് തേ ആണ്. തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ലായ് ചിങ് തേ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി മറ്റൊരു വ്യക്തിയാണ് ഗോട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്നാണ്? അപ്പോൾ ഗോട്ടിമാലയുടെ പുതിയ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ വ്യക്തി ബെർണാഡ് അരവെലോ എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെർണാഡ് അരവെലോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏത് രാജ്യത്തിന്റെ? ഗോട്ടിമാലയുടെ പുതിയ പ്രസിഡന്റ്. അപ്പൊ ബെർണാഡ് അരവെലോ ഗോട്ടിമാലയുടെ പുതിയ പ്രസിഡന്റ്. ലായ് ചിങ് തേ ഏത് രാജ്യമാണ്? തായ്വാന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ലായ് ചിങ് തേ. അടുത്ത ദിവസം നോക്കിക്കോളൂ. 75ാമത് എമ്മി പുരസ്കാരമാണ്. 75ാമത് എമ്മി പുരസ്കാരം ഡ്രാമ സെക്ഷനിൽ നൽകിയിരിക്കുന്നത് സക്സഷൻ എന്ന് പറയുന്ന ഡ്രാമയ്ക്കാണ് എമ്മി പുരസ്കാരം. കോമഡി സീരീസിന് നൽകിയിരിക്കുന്നത് ദ ബെയർ എന്ന് പറയുന്ന കോമഡി സീരീസിനും ലിമിറ്റഡ് ആൻഡ് ആന്തോളജി സീരീസിന് ബീഫ് എന്ന് പറയുന്ന ഒരു ചിത്രീകരണത്തിനുമാണ് എന്ത് ചെയ്യുന്നത്? ലിമിറ്റഡ് ആൻഡ് ആന്തോളജി സീരീസിൽ 75ാമത് എമ്മി പുരസ്കാരം. അപ്പൊ 75ാമത് എമ്മി പുരസ്കാരത്തിലെ മികച്ച ഡ്രാമ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സക്സഷൻ ആണ്. കോമഡി സീരീസ് ചോദിക്കുകയാണെങ്കിൽ ദ ബെയർ ആണ്. ലിമിറ്റഡ് ആൻഡ് ആന്തോളജി സീരീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ബീഫ് എന്ന് പറയുന്നതാണ്. ഇനി ഒരു പ്രധാന പുരസ്കാരമാണ്, നാസയുടെ ഒരു പ്രധാന പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയാണ്. 2024 നാസയുടെ ആസ്ട്രോണമി പിക്ചേഴ്സ് ഓഫ് ദി ഡേ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്നാണ്? 2023 നാസയുടെ ആസ്ട്രോണമി പിക്ചേഴ്സ് ഓഫ് ദി ഡേ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വലേരിയോ മിനാറ്റോ എന്ന് പറയുന്ന വ്യക്തിയാണ്. വലേരിയോ മിനാറ്റോ.
വരേലിയോ മിനോറ്റോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ചിത്രകാരനാണ് ഈ ചിത്രം. നമുക്ക് ഈ കാണാൻ പറ്റും. ഈ ചിത്രം അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇതിനാണ് നാസയുടെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് അവർ തിരഞ്ഞെടുത്തത്. ആസ്ട്രോണമി പിക്ചേഴ്സ് ഓഫ് ദി ഡേ ആയിട്ട് നാസ തിരഞ്ഞെടുത്തു അല്ലെ. ആൽപ്സ് പർവ്വത നിരകൾക്ക് പുറകിൽ ചന്ദ്രൻ നിൽക്കുന്നു, അതിനു മുന്നിൽ സുബർഗ ബെസലിക്ക എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കെട്ടിടം. സുബർഗ ബെസലിക്ക എന്ന് പറയുന്ന കെട്ടിടം, അതിനു പുറകില് ആൽപ്സ് പർവ്വത നിര, അതിനു പുറകില് ചന്ദ്രൻ. അങ്ങനെയാണ് ഏറ്റവും മികച്ച ചിത്രമായിട്ട് ആസ്ട്രോണമി പിക്ചേഴ്സ് ഓഫ് ദി ഡേ ആയിട്ട് നാസ തിരഞ്ഞെടുത്തത്. ഈ ചിത്രം അദ്ദേഹം ഷൂട്ട് ചെയ്യാനായിട്ട് ഏകദേശം 6 വർഷം തന്നെ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. 6 വർഷം. അപ്പൊ 2023 നാസയുടെ ആസ്ട്രോണമി പിക്ചേഴ്സ് ഓഫ് ദി ഡേ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? വരേലിയോ മിനാറ്റോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ചിത്രകാരനാണ്. ഓക്കെ, ഇനി ഒരു പ്രധാന ഒരു കാര്യമാണ്, 2024 ജാനുവരിയിൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് നടത്തിയ രാജ്യം ഏതെന്നാണ് അല്ലെ. 2024 ജാനുവരി മാസം 19-ാം തീയതിയാണ് അല്ലെ. ജാനുവരി 19-ാം തീയതിയാണ് ജപ്പാൻ എന്ത് ചെയ്യുന്നു, അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നു. അങ്ങനെ സോഫ്റ്റ് ലാൻഡിംഗ്, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 5ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? 5ാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറിയിരിക്കുകയാണ്. 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ അല്ലെ. എന്തായിരുന്നു സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? സ്ലിം എന്ന് പറയുന്നതായിരുന്നു അവരുടെ പദ്ധതി. സ്ലിം എന്ന് പറയുന്നതായിരുന്നു അവിടെ സോഫ്റ്റ് ലാൻഡിംഗ്. എന്താണ് സ്ലിം എന്ന് നോക്കുക. സ്മാർട്ട് ലാൻഡർ ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന് പറയുന്നതാണ് സ്ലിം. അതിന്റെ ഫുൾ ഫോം സ്മാർട്ട് ലാൻഡിംഗ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്ന് പറയുന്നതാണ് സ്ലിം. അപ്പോൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന എത്രാമത്തെ രാജ്യമാണ് ജപ്പാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 19-ാം തീയതിയാണ് സോഫ്റ്റ് ലാൻഡിംഗ്. ഇത് എന്നാണ് വിക്ഷേപിച്ചു എന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് ഇത് വിക്ഷേപിക്കുന്നത്. സ്ലിം വിക്ഷേപിക്കുന്നത് 2023 സെപ്റ്റംബർ മാസം 7-ാം തീയതി. അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്നത് 2024 ജാനുവരി മാസം 19-ാം തീയതിയാണ്. അപ്പൊ ഏതാണ് രാജ്യം എന്ന് ഓർക്കുക. നമ്മളോട് ചോദിക്കും. ജപ്പാനാണ് രാജ്യം. ഇനി പ്രധാന കായികമാണ്. 2025 നടക്കാൻ പോകുന്ന 19ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് അല്ലെ. 2025 ഫെബ്രുവരി മാസം 28 മുതൽ മാർച്ച് മാസം 9 വരെയാണ് ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുക. അപ്പോൾ 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ചൈനയിലെ ഹാർബിനാണ് വേദിയായത്. എവിടെയാണ്? ചൈനയിലെ ഹാർബിനാണ്. എന്താണ് ഗെയിംസിന്റെ ശ്ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രീം ഓഫ് വിന്റർ ലവ് എന്നാണ് ഈ ഗെയിംസിന്റെ ശ്ലോകമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്താണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിൻ ബിൻ നിനി എന്ന് പറയുന്ന 2 കടുവ കുട്ടികളാണ്. ബിൻ ബിൻ ആൻഡ് നിനി എന്ന് പറയുന്ന 2 കടുവ കുട്ടികളാണ് 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിം സ്ലോഗൻ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഡ്രീം ഓഫ് വിന്റർ ലവ് എന്ന് പറയുന്നതാണ്. എവിടെയാണ് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാർബിൻ. ഹാർബിൻ ഏത് രാജ്യമാണ്? ചൈനയാണ് അല്ലേ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നതും ചൈനയിലെ ഹാങ്ഷൂലാണ്. 9ാമത് വിന്റർ ഗെയിംസിന് വേദിയാവുന്നതും ചൈനയിലാണ്. അത് ചൈനയിലെ ഹാർബിനാണ് അല്ലെ. 9ാമത് വിന്റർ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 2025 ഫെബ്രുവരി മാസം 28 മുതൽ മാർച്ച് മാസം 9-ാം തീയതി വരെയാണ് നടക്കുന്നത്. ഇനി ഫിഫ ഫുട്ബോൾ അവാർഡ് 2023 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫിഫ ഫുട്ബോൾ അവാർഡ് അതിൽ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് ലയണൽ മെസ്സിയാണ്. നമുക്കറിയാം അർജന്റീനൻ സ്വദേശിയായ ലയണൽ മെസ്സിയാണ് മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച വനിതാ താരം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐറ്റാന ബോൺമതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മികച്ച വനിതാ താരമായിട്ട്. സ്പാനിഷിന്റെ കളിക്കാരിയായ താരമായ ഐറ്റാന ബോൺമതിയാണ് മികച്ച വനിതാ താരം. അപ്പോൾ മികച്ച പുരുഷ താരം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ലയണൽ മെസ്സിയാണ്. മികച്ച വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഐറ്റാന ബോൺമതി എന്ന് പറയുന്നതാണ് മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച ഫിഫ കോച്ച് അവാർഡ് ലഭിച്ച വ്യക്തി ആരെന്നാണ്. ഫിഫ കോച്ച് അവാർഡ് ലഭിച്ചത് സ്പെയിൻസ് കോച്ചായ പെപ് ഗോർഡിയോള എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അപ്പോൾ മികച്ച പുരുഷ കോച്ചായിട്ട് തിരഞ്ഞെടുത്തത് പെപ് ഗോർഡിയോള. ഏത് രാജ്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്പെയിനിലാണ് പെപ് ഗോർഡിയോള.
മികച്ച വനിതാ കോച്ചായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സെറീന വിക്മാൻ ആണ്. സെറീന വിക്മാൻ ഏത് രാജ്യത്തിന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിന്റെ കോച്ചാണ് സെറീന വിക്മാൻ. അപ്പോൾ ഫിഫ മികച്ച കോച്ച് അവാർഡ് നൽകിയിരിക്കുന്നത് അതിൽ പുരുഷ കോച്ച് പെപ് ഗോർഡിയോള സ്പെയിന്, മികച്ച വനിതാ കോച്ചായിട്ട് നൽകിയിരിക്കുന്നത് സെറീന വിക്മാൻ ആണ്. സെറീന വിക്മാൻ ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ്. ഇനി മികച്ച ഗോൾ കീപ്പറായിട്ട് ഫുട്ബോൾ പ്ലെയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതിൽ പുരുഷ ഗോൾ കീപ്പർ ചോദിക്കുകയാണെങ്കിൽ ഐഡേഴ്സൺ ആണ്. പുരുഷ ഗോൾ കീപ്പർ ഐഡേഴ്സൺ ബ്രസീൽ താരമാണ്. വനിതാ ഗോൾ കീപ്പർ ചോദിക്കുകയാണെങ്കിൽ മേരി ഇയർപ്സ് ആണ്. മേരി ഇയർപ്സും ഇംഗ്ലണ്ട് താരമാണ് അല്ലേ. അപ്പോൾ മികച്ച ഫിഫ ഗോൾ കീപ്പർ അവാർഡിൽ പുരുഷ ഗോൾ കീപ്പർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഐഡേഴ്സൺ ബ്രസീൽ താരം. വനിതാ ഗോൾ കീപ്പർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മേരി ഇയർപ്സ് ആണ്. മേരി ഇയർപ്സ് ഇംഗ്ലണ്ട് താരമാണ്. മേരി ഇയർപ്സ്. ഇനി ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ്. 2024 ജാനുവരിയിൽ ഫിഡെ റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാരെന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ചോദിക്കുകയാണെങ്കിൽ ആർ പ്രഗ്യാനന്ദയാണ് അല്ലെ. രമേശ് ബാബു പ്രഗ്യാനന്ദ എന്ന് പറയുന്ന വ്യക്തിയാണ് 2024 ഫിഡെ റേറ്റിംഗിൽ വിശ്വനാഥൻ ആനന്ദിനെയും മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരമാരാണ് ആർ പ്രഗ്യാനന്ദ. ആർ പ്രഗ്യാനന്ദയുടെ സഹോദരിയായ വൈശാലി രമേശ് ബാബുവിനും അല്ലെ വൈശാലി ബാബു ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിരിക്കുകയാണ് അല്ലെ. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന മൂന്നാമത്തെ വനിതയാണ് വൈശാലി രമേശ് ബാബു. അപ്പോൾ വൈശാലി രമേശ് ബാബു എന്ന് പറയുന്നത് രമേശ് ബാബു പ്രഗ്യാനന്ദയുടെ സഹോദരിയാണ്. രണ്ടുപേർക്കും അർജുൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെ. 2022 പ്രഗ്യാനന്ദയ്ക്കും 2023 ആർക്ക് കിട്ടിയിട്ടുണ്ട്? വൈശാലി രമേശ് ബാബുവിന് അർജുൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ സഹോദരങ്ങളാണ് ആർ പ്രഗ്യാനന്ദയും വൈശാലി രമേശ് ബാബുവും. അർജുൻ അവാർഡ് ലഭിക്കുന്ന ആദ്യ സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും. ഏതാണ് കായിക ഇനം? ചെസ് ആണ് കായിക ഇനം, അതും ഓർക്കുക. ഇനി മറ്റൊരു കപ്പ് ജേതാക്കളാണ് 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ ആരൊക്കെയെന്നാണ്. അപ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ റയൽ മാഡ്രിഡ് FC ആണ്. ജേതാക്കൾ ആരാണ്? റയൽ മാഡ്രിഡ് ആണ്. എവിടെയാണ് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ റിയാദാണ് വേദി. എവിടെയാണ് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? റിയാദ്. ബാഴ്സലോണയെ തോപ്പിച്ചാണ് ആര് കപ്പ് നേടുന്നത്? റയൽ മാഡ്രിഡ് കപ്പ് നേടുന്നത്. ബാഴ്സലോണയെ തോപ്പിച്ചാണ് റയൽ മാഡ്രിഡ് കപ്പ് നേടുന്നത്. വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? റിയാദാണ് വേദി. അപ്പൊ 2023-2024 സ്പാനിഷ് സൂപ്പർ കപ്പ് ജേതാക്കൾ ചോദിക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് FC ആണ്. വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ റിയാദാണ് വേദി. ഫൈനൽ റണ്ണറപ്പ് ആയത് ബാഴ്സലോണയാണ്. ബാഴ്സലോണ റണ്ണറപ്പായി. അടുത്ത് നോക്കിക്കോളൂ. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 വിജയി ഏതെന്നാണ്. അപ്പോൾ പ്രഥമ ബീച്ച് ഗെയിംസ് 2024 വിജയി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മധ്യപ്രദേശ് ആണ്. വിജയി ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് ആണ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ദിയു എന്ന് പറയുന്നതിലെ സ്ഥലത്താണ് നടന്നത്. ഗുജറാത്തിലെ ദിയു എന്ന് പറയുന്ന സ്ഥലത്താണ് വേദി. എവിടെയാണ്? ഗുജറാത്തിലെ ദിയു എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി വീണ്ടും 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ഫൈനൽ വേദിയാവുന്ന സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ഫൈനൽ വേദിയാവുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. വേദിയാവുന്നത് അരുണാചൽ പ്രദേശാണ്. അപ്പൊ പ്രഥമ ബീച്ച് ഏഷ്യൻ ഗെയിംസ് 2024 വേദി ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്തിലെ ദിയു. ആരാണ് വിജയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മധ്യപ്രദേശാണ് വിജയിയായിരിക്കുന്നത്. ഇനി മലയാളികൾക്ക് കിട്ടിയ 2 പ്രധാന നേട്ടങ്ങൾ. അതിലൊന്ന് ICC Under-19 ലോകകപ്പിൽ അമ്പയറായ മലയാളികൾ ആരൊക്കെയെന്നാണ് അല്ലെ. 2 മലയാളികൾക്ക് പ്രധാന നേട്ടങ്ങളാണിത്. ICC Under-19 ലോകകപ്പിൽ അമ്പയറായ മലയാളികൾ ആരൊക്കെയാണ്? ഒന്ന് അനന്ത പത്മനാഭനാണ്. മറ്റൊന്ന് വി നാരായണൻ കുട്ടിയാണ്. അപ്പൊ N അനന്ത പത്മനാഭനും വി നാരായണൻ കുട്ടിയുമാണ് ICC Under-19 ലോകകപ്പിൽ എന്ത് ചെയ്യുന്നത്? അമ്പയറായിട്ട് നിയമിച്ച മലയാളികൾ അല്ലെ. അപ്പോൾ ICC Under-19 ലോകകപ്പ് എവിടെ വെച്ച് നടക്കും? ഇപ്രാവശ്യം സൗത്ത് ആഫ്രിക്കയാണ് വേദി. എവിടെയെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ് വേദി. ഇനി അടുത്തൊരു പ്രധാന ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആര് എന്നാണ്.
അപ്പോൾ അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ചോദിക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയാണ്. 5ാമത്തെ സെഞ്ചുറിയും അഫ്ഗാനെതിരെ നേടിയിരിക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രോഹിത് ശർമ്മയാണ്. ആ വ്യക്തി രോഹിത് ശർമ്മയാണ്, ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നിരുന്നു. 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. സന്തോഷം. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2023 കിളിമഞ്ചാരോ കീഴടക്കിയ IAS ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അർജുൻ പാണ്ഡ്യനാണ്. മറ്റൊന്ന് 2023 ഏപ്രിലിൽ 75ാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകരിച്ചു. അതിന്റെ 75ാം വാർഷികമായിരുന്നു 2023. നോക്കിയോ, കേന്ദ്ര ജലശക്തി മന്ത്രാലയവും ബ്രഹ്മകുമാരീസ് ഓർഗനൈസേഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ യജ്ഞമാണ് ജൽ ജൻ അഭിയാൻ എന്ന് പറയുന്നത്. ജൽ ജൻ അഭിയാൻ എന്ന് പറയുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, 3ാമത് ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുൽമാർഗ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഗുൽമാർഗ്. 5ാമത് തന്നിരുന്നത് രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥിനികൾ ഏത് ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിലാണ് പങ്കാളിയായെന്ന് ചോദിച്ചാൽ ആസാദി സാറ്റ് 2. ആ ഉപഗ്രഹം ആസാദി സാറ്റ് 2 ആണ്. നമ്മളത് വിക്ഷേപിച്ചു, ആസാദി സാറ്റ് 2. അപ്പോൾ രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 750 വിദ്യാർത്ഥികൾ ഏത് ഉപഗ്രഹത്തിന്റെ നിർമ്മാണത്തിലാണ് പങ്കാളിയായെന്ന് ചോദിച്ചാൽ ഏതാണ്? ആസാദി സാറ്റ് 2 എന്നാണ്. ഇനി നമുക്ക് ഈ ആഴ്ചയിലെ 5 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 1, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതെന്നാണ്? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം. 2, 2023 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നാണ്? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം ഏതെന്നാണ്? 3ാമത്തെ ക്വസ്റ്റ്യൻ. ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും വലിയ പ്രതിമ അനാച്ഛാദനം ചെയ്ത നഗരം. 4, രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതം ഏതെന്നാണ്? രാജ്യത്തെ മികച്ച കടുവാ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കേരളത്തിലെ കടുവാ സങ്കേതം. 5ാമത് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത നഗരം ഏതെന്നാണ്? രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്ത നഗരം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.